ഹായ് ഹലോ അസ്സാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? എല്ലാവരും ഹാപ്പി അല്ലേ? അൽഹംദുലില്ലാ ഞാനിവിടെ ഹാപ്പിയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി, ഇപ്പോൾ 2 ദിവസമായി വീഡിയോ ഒക്കെ ഇടാത്ത, ലൈവ് ഇടണില്ല അല്ലേ? അപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ, സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ പലരും ചോദിച്ചു സൗണ്ടിന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇവിടെ വീട്ടിൽ ഭയങ്കര സൗണ്ടാണ് എനിക്ക്. കുട്ടികളുടെ കൂടെ ഒച്ചയിടലും ഇത്തല ഓടലും ഒക്കെ ആകുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര സൗണ്ട്, മൈക്ക വേണ്ട പറയും. കാരണം അതിന് മാത്രം സൗണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ സൗണ്ട് കൊണ്ട് കുടുങ്ങിയെന്ന് വരെ ഇക്ക പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര സൗണ്ടായിരുന്നു കുട്ടികളോടൊക്കെ ഒച്ചിടുമ്പോഴേ. ഇപ്പോൾ കുറച്ച് ദിവസമായി, ഒരു മാസത്തിൻ്റെ ചോടായിട്ട് എൻ്റെ സൗണ്ട് പാടേ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയൂല കേട്ടോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് വീഡിയോസൊക്കെ ഒന്നും ചെയ്യാത്തത്. പക്ഷേ സൗണ്ട് പോയിട്ട് നെഗറ്റീവ് പറയണവരുണ്ട്, പോസിറ്റീവ് പറയണവരുണ്ട് കേട്ടോ. അപ്പോൾ കാലം അങ്ങനെയാണ്. പറയണവർക്ക് പലതും പറയാം. നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓടുന്നൊരു ഓട്ടമാണ് ഈ ചാനൽ. അത് സത്യം തന്നെയാണ്. കാരണം ഒരു പ്രതീക്ഷയോട് കൂടിയുള്ളൊരു ഓട്ടപ്പാച്ചിലാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എന്നുള്ളത്. അത് എന്നെ അറിയണവർക്കറിയാം, എന്നെ മനസ്സിലാക്കിയവർക്കറിയാം, എൻ്റെ നാട്ടുകാർക്കറിയാം, എൻ്റെ കുടുംബക്കാർക്കറിയാം, സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയാം. കാരണം ജീവിക്കാൻ വേണ്ടിയുള്ളൊരു വീട്ടമ്മയുടെ പോരാട്ടം അങ്ങനെ കണ്ടാൽ മതി എൻ്റെ ചാനലിൽ. പിന്നെ നമ്മൾ നെഗറ്റീവായിട്ട് ആരെ കുറ്റവും നമ്മൾ പറയണില്ല. ഞാനെൻ്റെ മക്കളുള്ള വീഡിയോസ് ചെയ്യണം, കുറച്ച് റീൽസ് ചെയ്യണം, അതുപോലെ ഞങ്ങളെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കണോ, അത്രയും ഞാൻ ചെയ്യണുള്ളൂ. പലർക്കും അത് തെറ്റായിട്ട് തോന്നുന്നുണ്ട്, പലർക്കും അത് തെറ്റാവും ചെയ്യും. കാരണം ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തന്നെയാണ്. പല വീഡിയോസായിട്ട് ചെയ്യണവരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികളും കൂടെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോണ ആളാണ്. പല യൂട്യൂബ് ചാനലും ക്ലിക്കായിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള എന്താണ് പറയുക, ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ചാനൽ തുടങ്ങാനും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ ആർക്കും ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആഗ്രഹം വെച്ച് തുടങ്ങിയതാണ് കേസ്. ഞാനും തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. മാഷാ അല്ലാ, 10 മാസം കൊണ്ട് ചാനൽ മോണിയായി. പിന്നെ ഒരു 1.5 വർഷമായപ്പോൾ ഫസ്റ്റ് വരുമാനം കിട്ടി. അങ്ങനെ 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 പോകുന്നുണ്ട് എൻ്റെ ലൈഫ്. ഇതിമൊന്നും കിട്ടി കഴിച്ചായി പോകണമെന്നില്ല. പക്ഷെ എന്നാലും ഒരു എന്താ പറയുക, നമ്മളൊരു ടെൻഷനൊക്കെ ഒന്ന് കുറയും, നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് കുറയും. കാരണം നിങ്ങളും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോൾ, അതേമാതിരി തന്നെ അവരോട് കുറച്ച് മിണ്ടി വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് മനസ്സിൽ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഭയങ്കര ടെൻഷൻ നടക്കുന്ന മനസ്സാണ് ഇപ്പോൾ, മൈൻഡ് എപ്പോഴും ടെൻഷനാണ്. അപ്പോൾ ആ സമയത്ത് വീഡിയോയും യൂട്യൂബ് ചാനലും മക്കളെയും കൊണ്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ റിലാക്സ് ആവുന്നുണ്ട്. അതാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ചെയ്യണതും. കാരണം മൈൻഡ് ക്ലിയർ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ വൈകിക്കണില്ല. നാളെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോവാണ്. എൻ്റെ സൗണ്ട് പഴയ ആളിലെല്ലാം പറ്റ പോയില്ലേ, മിണ്ടാൻ വയ്യ എനിക്ക്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതായാലും നാളെ ഇൻഷാ അല്ലാ ഡോക്ടറെ കാണിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കൂട്ടാ. ഡോക്ടറെ കാണിച്ചിട്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യേണ്ടത് ഏതാണ് നിനക്കുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ടാക്കുക. ഞാനും എൻ്റെ മക്കളുള്ള വ്ളോഗൊക്കെ ചെയ്യുന്നത്. പുറത്ത് പോയി അടിപൊളി വ്ളോഗ് ചെയ്യാനും ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. വീട്ടിലിരുന്ന് കൊണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള കുഞ്ഞി ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഒന്നുമില്ലാത്ത റിയൽ ലൈഫായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ചിലർ പറയും എനിക്ക് മോശമല്ലേ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ, ഈ വീട്ടിലിരുന്നോട് ചെയ്യാൻ മോശമല്ലേ, ഈ വീട് കാണിക്കണേലും മോശമല്ലേ, ഈ ക്യാമറ എടുത്ത് ചെയ്യണത് മോശമല്ലേ, അല്ലെങ്കിൽ ഈ ഫോൺ കൊണ്ട് ചെയ്യണത് മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് മോശമൊന്നുമില്ല. കാരണം എനിക്കുള്ളത് എന്താണോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. ആൾക്കാരെ ഉള്ളതൊന്നും പുറത്തൊന്നും കാണിച്ച് ഞാൻ ചെയ്യാറില്ല. ഞങ്ങളെ അലങ്കാരങ്ങളില്ലാത്ത ആഡംബരങ്ങളില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി ആണ് ഞാൻ എല്ലാവർക്കും കാണിക്കണത് കേട്ടോ.
അങ്ങനത്തെ ഫാമിലിയാണ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അലങ്കാരങ്ങളോ ആഡംബരങ്ങളോ ഒന്നും എൻ്റെ ചാനലിൽ ഉണ്ടാവില്ല. ഞങ്ങളെ ലൈഫ് ഉള്ളതും ഇല്ലായ്മയും ഒക്കെ ഉള്ള, ഞങ്ങൾ അൽഹംദുലില്ലാ റാഹത്തായി പോണ ഞങ്ങളെ ഫാമിലി, ആ ഫാമിലീൻ്റെ വീഡിയോസാണ് ഞാൻ പബ്ലിക് ആക്കണത് കേട്ടോ. ഞങ്ങളെ വീട്ടിലിരുന്നു കൊണ്ടല്ലേ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ക്ലാരിറ്റി കുറവാണ്, വീട് അങ്ങനെ ആയതുകൊണ്ട് ഭംഗിയില്ല, വീട് അതുപോലെ തന്നെ ക്ലിയർ കുറവാണ്. അപ്പോൾ നമ്മളെ വീട്ടിലിരുന്ന് വീഡിയോ ക്ലിയർ ആവാത്ത കാരണം എന്താണെന്നറിയാം ഞങ്ങൾക്ക്? നമ്മളെ ചുമര് കണ്ടില്ലേ, നമ്മളെ ചുമര് ഇങ്ങനത്തെ ചുമര് കാര്യങ്ങൾ ഒക്കെ ഞങ്ങളെ അകത്തിൻ്റെ കോലതാണ്. അപ്പോൾ ഇങ്ങനത്തെ അകത്ത് നിന്നുള്ള വീഡിയോസ് ചെയ്തിട്ടാണ് വീഡിയോ ക്ലിയർ ഇല്ലാത്തത്. നല്ല ലൈറ്റും നല്ല ചുമരും നല്ല പെയിൻറ്റും ഒക്കെ ഉള്ള നല്ല വൈറ്റ് കളറുള്ള പെയിൻ്റൊക്കെ വെച്ചുള്ള റൂമിൽ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാവും വീഡിയോ ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഈ ഇരുണ്ട നിറത്തിൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ഇരുണ്ട ബാക്ക്ഗ്രൗണ്ടും ഇരുണ്ട ഭാഗങ്ങളിലൊക്കെ വെച്ച് ചെയ്തതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ക്ലാരിറ്റി ഒക്കെ കുറവ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ആക്കുക, ഞങ്ങളെ പോലത്തെ കുഞ്ഞു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന വീഡിയോസൊക്കെ ചെയ്യാം. എന്താ അറിയില്ല, സൗണ്ട് പോയിക്കണ്, ഭയങ്കര ടെൻഷൻ ഉണ്ട് ഇപ്പോൾ സൗണ്ട് പോയതുകൊണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു, ബൈ. ഞങ്ങളെ ഈ കുഞ്ഞു വീഡിയോ കുഞ്ഞു ചാനലിൽ ഉള്ളതുപോലെ കാണിക്കണം. ഞങ്ങളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ആക്കുക. ഇഷ്ടമുള്ളവർ കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ആക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.